എവരിവൺ, നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ എന്ന ചാപ്റ്ററിലെ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതും പരീക്ഷയ്ക്ക് ഇനി ചോദിക്കാൻ സാധ്യതയുള്ളവയ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് കോസസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി ലോസും ഹൗ ടു കൺസർവ് ബയോഡൈവേഴ്സിറ്റി എന്നുള്ളതും. ഇത് മാത്രം നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ മതി, ഉറപ്പാണ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഫുൾ മാർക്കും സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഒരു കാര്യം ഒന്നുകൂടി ഓർപ്പിക്കുന്നു, ഇത് അവസാനം വരെ നിങ്ങൾ കാണുക, ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോകരുത്. കാരണം നമുക്ക് ഉറപ്പാണ് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻ ഫൈനൽ എക്സാമിന് ചോദിച്ചിരിക്കും. എന്തിനാണ് വെറുതെ മാർക്ക് കളയുന്നത്? നമുക്ക് സെക്യൂർ ചെയ്യാവുന്ന മാർക്സ് ആണ് നമ്മൾ ഈ ടോപ്പിക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? റെഡി അല്ലേ? സോ ഏതൊക്കെയാണ് 4 കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി നമുക്ക് നഷ്ടമാകുന്നത്? സോ വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദ ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി? ബയോഡൈവേഴ്സിറ്റി ലോസ് ആകുന്നതിന് മക്കളെ 4 കാരണങ്ങളാണുള്ളത്. ആ 4 കാരണങ്ങളെ നമ്മൾ ചേർത്ത് വിളിക്കുന്ന പേരാണ് ഈവിൽ ക്വാർട്ടറ്റുകൾ എന്ന് വിളിക്കുന്നു. ആ 4 ഈവിൽ ക്വാർട്ടറ്റുകൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്നാമത്തേത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ, രണ്ടാമത്തേത് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ, മൂന്നാമത്തേത് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ, നാലാമത്തേത് കോ എക്സ്റ്റൻഷൻ. ആദ്യത്തേതും ഏറ്റവും ഫോർമോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ. നമ്മളുടെ ജീവികൾ ജീവിക്കുന്ന സ്ഥലങ്ങൾ, വാസസ്ഥലങ്ങൾ വളരെ ചുരുങ്ങി അവർക്ക് വാസസ്ഥലങ്ങൾ ഇല്ലാതെ ആകുന്ന ഒരവസ്ഥ. ഉള്ള സ്ഥലങ്ങളാണെങ്കിലോ ചെറിയ 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 തുണ്ട് ഭൂമികളായി മാറുന്ന ഒരവസ്ഥ. സ്വാഭാവികമായിട്ടും കാട്ടിൽ ജീവിക്കേണ്ടവർക്ക് കാട് നഷ്ടമാകുമ്പോൾ അവർ നാട്ടിലേക്ക് ഇറങ്ങുന്നു എന്നുള്ള അവസ്ഥ. ഇതാണ് ഏറ്റവും പ്രധാനമായിട്ടും നമുക്ക് സ്പീഷീസുകൾ ലോസ് ആകാനുള്ള, ബയോഡൈവേഴ്സിറ്റി ലോസ് ആകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹാബിറ്റാറ്റ് ലോസ് ആൻഡ് ഫ്രാഗ്മെന്റേഷൻ തന്നെയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണമാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ. ഓഫ് കോഴ്സ്, മനുഷ്യന്റെ ദുരാഗ്രഹം കാരണം, നമ്മളുടെ അത്യാർത്തി കാരണം നമ്മൾ ഒരുപാട് ജീവികളെ വേട്ടയാടി ഈ ലോകത്ത് നിന്നും ഇല്ലാതെയാക്കിയിട്ടുണ്ട്. ഡോഡോ പക്ഷികൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. എന്നാൽ നമ്മുടെ NCERT പറഞ്ഞിരിക്കുന്ന മറ്റ് എക്സാമ്പിളുകളാണ്. ഒന്ന് സ്റ്റെല്ലർ സീ കൗ എന്ന് പറയുന്ന ഈ വലിയ ജീവി. ആ ജീവികൾ ഇന്നില്ല, നമ്മൾ കണ്ടിട്ട് പോലുമില്ല. കാരണം നമുക്ക് മുന്നേ തന്നെ അവർ ഈ ലോകത്ത് നിന്ന് വംശനാശം സംഭവിച്ച് ഇല്ലാതെയായി എന്നുള്ളതാണ്. രണ്ടാമത്തത് നമ്മുടെ പാസഞ്ചർ പീജൻ എന്ന് പറയുന്ന പറവകൾ, ഇവരും ലോകത്ത് നിന്നും ഇല്ലാതെയായി. ഇവരെയെല്ലാം മനുഷ്യൻ വേട്ടയാടി ഇല്ലാതെയാക്കിയതാണ്. അതാണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ റീസൺ ആണ് ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ. അതായത് ഒരു വാസസ്ഥലത്തിൽ ഇല്ലാത്തൊരു ജീവിയെ നമ്മൾ ആ വാസസ്ഥലത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവനെയാണ് അന്യഗ്രഹ ജീവി അഥവാ ഏലിയൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സ്ഥലത്തില്ലാത്ത ഒരു ഏലിയൻ അവിടെ വന്ന് കയറുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? അവനെ പിടിച്ചു തിന്നുന്ന അവന്റെ നാച്ചുറൽ എനിമി, ശത്രുക്കൾ ആരും തന്നെ അവിടെ ഇല്ല. അതുകൊണ്ട് അവന് അവിടെ കണ്ണി കാണുന്നതിന് എല്ലാത്തിനെയും പിടിച്ചു തിന്ന് സുന്ദരമായിട്ട് ജീവിക്കാനായിട്ട് സാധിക്കും. കാരണം അവനെ പിടിച്ചു തിന്നാൻ ആരും തന്നെ ഇല്ലാത്തത് കൊണ്ട്. ആ പ്രശ്നമാണ് നമ്മൾ ഏലിയൻ സ്പീഷീസ് ഇൻവേഷൻ എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഈസ്റ്റ് ആഫ്രിക്കയിലുള്ള നമ്മുടെ വിക്ടോറിയ ലേക്കിലേക്ക് നൈൽ പെർച്ച് എന്ന് പറയുന്ന വലിയൊരു മീനിനെ, ആ വലിയ മീനിന്റെ വലിപ്പം നിങ്ങൾക്ക് കാണാനാണ് ആ ഫിഗർ അവിടെ തന്നിരിക്കുന്നത്. എത്രമാത്രം വലിയൊരു മീനാണത്. ആ നൈൽ പെർച്ചിനെ നമ്മൾ വിക്ടോറിയ ലേക്കിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ നമ്മൾ കണ്ട കാര്യം എന്താണെന്ന് അറിയാമോ? ആ തനതായിട്ട് അവിടെ ഉണ്ടായിരുന്ന, ആ വിക്ടോറിയ ലേക്കിൽ പണ്ട് കാലം മുതൽക്കേ അവിടെ ഉണ്ടായിരുന്ന കുഞ്ഞു മീനുകളായിട്ടുള്ള സിച്ചിൽഡ് ഫിഷ് എന്ന് പറയുന്ന, ഇതാണ് സിച്ചിൽഡ് ഫിഷ്. ആ സിച്ചിൽഡ് ഫിഷിന്റെ 200ഓളം സ്പീഷീസുകളാണ് അവിടെ നിന്നും ഇല്ലാതെയായത്. ഇവന്മാര് പിടിച്ചു തിന്ന് അവിടെ നിന്നും നാമാവശേഷമാക്കി കളഞ്ഞു. സോ ഇത്തരത്തിൽ ഏലിയൻ സ്പീഷീസുകൾ ഒരു ഏരിയയിലേക്ക് ഇൻവേഡ് ചെയ്യുമ്പോൾ അവിടെയുള്ള തനതായിട്ടുള്ള ജീവികളുടെ അത് ഭീഷണിയായിട്ട് മാറുന്നു എന്നുള്ളതാണ്. ഇതാണ് മൂന്നാമത്തെ റീസൺ. ഇത് നമ്മുടെ നാട്ടിൽ നോക്കിയാൽ നമുക്ക് കാണാം. പാർത്തീനിയം അഥവാ ക്യാരറ്റ് ഗ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ട ഒരു ഏലിയൻ ആണ്. നമ്മൾ ഈ ചെടി എല്ലാവരും കണ്ടിട്ടുണ്ടാകും. നല്ല പൂക്കളും നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ മുറ്റത്തൊക്കെ വളർത്തുന്നു. പക്ഷെ ലെന്റാന ക്യാമറ എന്ന ഫുൾ സയന്റിഫിക് നെയിമുള്ള ലെന്റാന എന്നറിയപ്പെടുന്ന ആ ചെടി ഇതൊരു ഏലിയനാണ്. എവിടുന്നോ വന്ന് കയറിയ ഒരു വീടാണ്, ഒരു കളയാണ്. നമ്മൾ ഇന്ന് ഏത് ജലാശയത്തിൽ നോക്കിയാലും നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന നീലപ്പൂക്കളുള്ള ഐക്കോർണിയ അഥവാ കുളവാഴ എന്ന് പറയുന്നത് ജലത്തിന്റെ ഉള്ളിൽ അടിയിൽ ജീവിക്കുന്ന ഒരുപാട് ജീവികൾക്ക് ഭീഷണിയായിട്ട് ഇന്ന് എല്ലാ ജലാശയങ്ങളും നിറഞ്ഞു കിടക്കുന്നത് ഈ പറയുന്ന കുളവാഴകളാണ്, ഐക്കോർണിയാണ്, വാട്ടർ ഹയാസിന്താണ്. അതുപോലെ തന്നെ ആഫ്രിക്കൻ കാറ്റ്ഫിഷ് എന്നറിയപ്പെടുന്ന ക്ലാരിയസ് ഗാരിപ്പനസ് എന്ന് പറയുന്ന മുഷി എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന ഈ മീനുകൾ ആ ഒരു ലേക്കിലേക്കോ ഒരു കായലിലേക്കോ ഒക്കെ നമ്മൾ ഇതിനെ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റ് മീനുകളെ യവന്മാർ കൊന്നുകളയും.
സോ ഇത്തരത്തിലുള്ള ഏലിയൻ സ്പീഷീസുകൾ നമ്മുടെ നാട്ടിലെ തനതായിട്ടുള്ള സ്പീഷീസുകൾക്ക് വലിയൊരു ഭീഷണിയാണ് ഉയർത്തുന്നത്. അങ്ങനെ നമ്മുടെ നാട്ടിൽ എന്തുണ്ടാകും? ബയോഡൈവേഴ്സിറ്റി ലോസ് ഉണ്ടാകും. ഇനി നാലാമത്തെ കാരണം എന്ന് പറയുന്നത് കോ എക്സ്റ്റൻഷൻ ആണ്. കോ എക്സ്റ്റൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവി മറ്റൊരു ജീവിയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു ജീവിയുടെ വംശനാശം മറ്റൊരു ജീവിയുടെയും വംശനാശത്തിന് കാരണമാകുന്നു. ഉദാഹരണത്തിന് ഒരു ചെടിയെ ആശ്രയിച്ച് ഒരു പോളിനേറ്റർ ജീവിക്കുമ്പോൾ ആ പോളിനേറ്റർ ഇല്ലാതെയാകുമ്പോൾ ആ ചെടിയും ഇല്ലാതെയാകുന്നു. ഡോഡോ പക്ഷികളെ ആശ്രയിച്ചാണ് ഡോഡോ മരങ്ങൾ ഉണ്ടായിരുന്നത്. ആ ഡോഡോ പക്ഷികൾ കഴിച്ച് അതിൻ്റെ ഡൈജസ്റ്റ് സിസ്റ്റത്തിലൂടെ പാസ് ചെയ്താൽ മാത്രമാണ് ഡോഡോ മരങ്ങളുടെ വിത്തുകൾ മുളയ്ക്കുക. ഡോഡോ പക്ഷികൾ ലോകത്ത് നിന്ന് ഇല്ലാതെയായപ്പോൾ പതുക്കെ പതുക്കെ ഡോഡോ മരങ്ങളും ഈ ലോകത്ത് നിന്നും വിട പറഞ്ഞു എന്നുള്ളതാണ്. സോ ഇത്തരത്തിൽ കോ എക്സ്റ്റൻഷൻ, ഒരു ജീവി നശിക്കുമ്പോൾ അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മറ്റൊരു ജീവിയും ഈ ലോകത്ത് നിന്ന് ഇല്ലാതെയാകുന്നതിനെയാണ് കോ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ വി ഹാവ് ടു കൺസേർവ് അവർ ബയോഡൈവേഴ്സിറ്റി. ബയോഡൈവേഴ്സിറ്റി കൺസേർവ് ചെയ്യുന്നതിന് 2 മെത്തേഡുകളാണ് ഉള്ളത്. ഇത് നിങ്ങളുടെ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഏതൊക്കെയാണ് ആ 2 മെത്തേഡുകൾ? ഒന്ന് ഇൻ സൈറ്റു കൺസർവേഷൻ, 2 എക്സ് സൈറ്റു കൺസർവേഷൻ. എന്താണ് ഇൻ സൈറ്റു കൺസർവേഷൻ? എവിടെയാണോ ആ ജീവികൾ ഉള്ളത് അവിടം കൺസർവ് ചെയ്യുന്നതിനെയാണ് ഇൻ സൈറ്റു കൺസർവേഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വരയാടുകൾ കാണപ്പെടുന്നത് അല്ലെങ്കിൽ നീലക്കുറിഞ്ഞി കാണപ്പെടുന്നത് ഇരവികുളത്തായതുകൊണ്ട് നമ്മളതിനെ ഇരവികുളം നാഷണൽ പാർക്കായിട്ട് മാറ്റി. അതുപോലെ തന്നെ നമ്മുടെ സൈലന്റ് വാലി നാഷണൽ പാർക്കാക്കി മാറ്റി. അവിടെയാണ് സിംഹവാലൻ കുരങ്ങുകൾ കാണപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ആ ജീവികൾ എവിടെ കാണപ്പെടുന്നോ അവിടം കൺസർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇൻ സൈറ്റു കൺസർവേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിന് ഒരു വലിയ എക്സാമ്പിളാണ് ഹോട്ട്സ്പോട്ടുകൾ. ബയോഡൈവേഴ്സിറ്റി ഏറ്റവും കൂടുതലുള്ള സ്ഥലങ്ങളെയാണ് ഹോട്ട്സ്പോട്ടുകൾ എന്ന് വിളിക്കുന്നത്. ലോകത്ത് 34 ഹോട്ട്സ്പോട്ടുകൾ ഉള്ളതിൽ 3 ഇന്ത്യയിലാണ്. ഏതൊക്കെയാണത്? നമ്മുടെ സ്വന്തം കേരളത്തിൽ കൂടി കടന്നു പോകുന്ന വെസ്റ്റേൺ ഗട്ട്സ് ആൻഡ് ശ്രീലങ്ക, ദെൻ ഇൻഡോ ബർമ റീജിയൻ, ഇതാണ് ഇൻഡോ ബർമ റീജിയൻ, ആൻഡ് ഹിമാലയ റീജിയൻ. സോ ഇതാണ് ഏറ്റവും കൂടുതൽ ബയോഡൈവേഴ്സിറ്റി ഉള്ള ഇന്ത്യയിലെ ഹോട്ട്സ്പോട്ടുകൾ. 34 3 ഇന്ത്യയിലാണ്. കൂടാതെ നമ്മുടെ ഇന്ത്യയിൽ തന്നെ 14ഓളം ബയോസ്ഫിയർ റിസർവുകളുണ്ട്, 90ഓളം നാഷണൽ പാർക്കുകളും 448ഓളം വൈൽഡ് ലൈഫ് സാങ്ച്വറികളുമുണ്ട്, വന്യജീവി സങ്കേതങ്ങൾ. നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന മറ്റൊരു ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ മെത്തേഡാണ് സാക്രഡ് ഗ്രൂവ്സ്. അതും ഇൻസൈറ്റു കൺസർവേഷൻ ആണ്. നമ്മുടെ നാട്ടിൽ കാവുകൾ എന്നൊക്കെ വിളിക്കാറുണ്ട്. അതായത് വിർജിൻ ഫോറസ്റ്റ് എന്നൊക്കെ പറയുന്ന കോൺസെപ്റ്റ്. ചില നാടുകളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ചില കാടുകളിലേക്ക്, ചില ഏരിയകളിലേക്ക് അവർ വളരെയധികം പ്രിഷ്യസ് ആയിട്ടും വളരെ ഹോളി ആയിട്ടും അവർ കൺസേർവ് ചെയ്യുന്നുണ്ട്. അത്തരത്തിലുള്ള സ്ഥലങ്ങളെ വിശ്വാസപരമായിട്ടൊക്കെ അവർ അങ്ങനെ സംരക്ഷിക്കുന്നത് കൊണ്ട് ബയോഡൈവേഴ്സിറ്റി അവിടെ വളരെ കൂടുതലാണ്. ബയോഡൈവേഴ്സിറ്റി അവിടെ കൺസർവ് ചെയ്യപ്പെടുന്നു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് എക്സൈറ്റു കൺസർവേഷൻ. എന്താണ് എക്സൈറ്റു കൺസർവേഷൻ? ഒരു ജീവി ജീവിക്കുന്ന വാസസ്ഥലത്ത് നിന്നും അതിനെ പുറത്തെടുത്തു കൊണ്ടുവന്ന് നമുക്ക് സൗകര്യമുള്ള ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് അവിടെ കൺസർവ് ചെയ്യുന്നതിനെയാണ് എക്സൈറ്റു കൺസർവേഷൻ എന്ന് വിളിക്കുന്നത്. ഉദാഹരണം സുവോളജിക്കൽ പാർക്ക്. ഒരു സൂവിൽ കാണപ്പെടുന്ന ജീവികളൊന്നും അവിടെയുള്ളതല്ല, നമ്മൾ എവിടുന്നൊക്കെയോ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് അവിടെ കൺസർവ് ചെയ്യുകയാണ്. ബൊട്ടാണിക്കൽ ഗാർഡനുകൾ വളർത്തുന്ന ചെടികളൊന്നും അവിടെയുള്ളതല്ല, നമ്മൾ എവിടുന്നോ കൊണ്ടുവന്ന് അവിടെ വെച്ച് കൺസർവ് ചെയ്യുന്നതാണ്. ജീൻ ബാങ്കുകൾ, സീഡ് ബാങ്കുകൾ, ഇതൊക്കെ അതിന് എക്സാമ്പിളുകളാണ്. ഓഫ് കോഴ്സ് സഫാരി പാർക്കുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതും സൂ പോലെ തന്നെ അല്ലേ. ആ സഫാരി പാർക്കുകളിൽ കാണപ്പെടുന്ന ജീവികളെയും നമ്മൾ കൺസർവ് ചെയ്യുന്നത് ഒരു എക്സൈറ്റു കൺസർവേഷൻ മെത്തേഡിലാണ്. സോ ജീവികളെ കൺസർവ് ചെയ്യുന്നതിന് 2 മെത്തേഡുകളാണുള്ളത്. ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനിൽ 2 മെത്തേഡുകളാണുള്ളത്. ഒന്ന് എക്സൈറ്റു, 2 ഇൻസൈറ്റു. രണ്ടിന്റെയും എക്സാമ്പിൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിച്ചു വെച്ചിരിക്കുക. ഈ 2 ക്വസ്റ്റ്യൻസും നമ്മുടെ ഈവിൽ ക്വാർട്ടറ്റ് എന്ന് പറയുന്ന 4 റീസൺസും ബയോഡൈവേഴ്സിറ്റി ലോസിന്റെ 4 കാരണങ്ങളും അത് കൺസർവ് ചെയ്യാനുള്ള 2 മെത്തേഡുകളും അതിന്റെ എക്സാമ്പിൾസും. ഇറ്റ്സ് എ ഷുവർ ക്വസ്റ്റ്യൻ ഫ്രം ദിസ് ചാപ്റ്റർ. ഇത് നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്നാണ് എൻ്റെ വിശ്വാസം. നന്നായിട്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. ഈ ചാപ്റ്ററിൽ നിന്നും ഫുൾ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനും സാധിക്കും. സോ ഈ ചാപ്റ്ററും ഈ ടോപ്പിക്കും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് ഇവിടെ വെച്ച് നിർത്തുന്നു. ഐ ആം ഡോക്ടർ മനു. ബൈ ഫോർ നൗ.